നമസ്കാരം, ഞാൻ ഡോക്ടർ സോജ, മൂച്ചൽ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം വീരണകാവിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഓഗസ്റ്റ് 3 കനിവ് 2K26 എന്ന പേരിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടത്തുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ അവറുകൾ എത്തിച്ചേരുന്നു. ഈ പരിപാടിയിൽ 300-ൽ പരം കിടപ്പു രോഗികളും അവരുടെ വീട്ടുകാരും അവരുടെ വോളണ്ടിയേഴ്സും ചേർന്ന് ഈ പ്രോഗ്രാം വളരെ ഭംഗിയാക്കുന്നു. പേര് സേവ്യർ, ഞാൻ വീരണാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. നമ്മള് മൂച്ചൽ പഞ്ചായത്തിന്റെയും പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വർഷത്തിലൊരു കുടുംബ സംഗമം നടത്തുന്നത്. അപ്പം രോഗികളെയും അവര് അസുഖം അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ കാരണം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എല്ലാവരെയും കാണുന്നതിനും മാനസിക ഉല്ലാസം നടത്തുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത്. മൂച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. ഞങ്ങൾ വീടുകളിൽ നിന്ന് പുനരുപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ ശേഖരിച്ച് ഇവിടെ ആവശ്യക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്നതാണ്. എല്ലാ ആൾക്കാരും ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഞങ്ങൾ വസ്ത്രങ്ങൾ തരാൻ വേണ്ടി ഞങ്ങൾക്ക് വാർഡുകളിലെ ആൾക്കാർ സന്നദ്ധരാണ്. വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഒരു വാർഡിൽ കാണൂ. അവരെ സംരക്ഷിക്കാനുള്ള സാഹചര്യം ആ വീട്ടുകാർക്ക് തന്നെ ഉണ്ടാവും. കിടരോഗികളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ക്വാർട്ടർ കഴിയുമ്പോൾ സ്ഥിതിയാകെ മാറി. അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 21ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ സ്ഥിതിയാകെ മാറി. പാലിയേറ്റീവ് പരിചരണം വേണ്ടി വരുന്ന കിടരോഗികളുടെ എണ്ണം കേരളത്തിലാകെ വർദ്ധിച്ചു. അത് തിരുവനന്തപുരം ജില്ലയിലും വർദ്ധിച്ചു, പൂവച്ചൽ പഞ്ചായത്തിലും വർദ്ധിച്ചു, കാട്ടാക്കട പഞ്ചായത്തിലും വർദ്ധിച്ചു, എല്ലാ പഞ്ചായത്തിലും വർദ്ധിച്ചു. ഞാൻ 2ാം ഘട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ എണ്ണം 162ആണ്. 162 പേര് കിടരോഗികളായി പാലിയേറ്റീവ് പരിചരണം വേണ്ടവരെ ഉണ്ടായിരുന്നു. അത് 2010-15 കണക്കാണ് ഞാൻ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം കാട്ടാക്കട പഞ്ചായത്തുകാർ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അവിടുത്തെ MLA അല്ലെങ്കിൽ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അവിടെ പോയപ്പോൾ 480ഓളം പേര് അടങ്ങുന്ന ഒരു വലിയ ശൃംഖലയായി പാലിയേറ്റീവ് രംഗം മാറി. പൂച്ചന്റെ സ്ഥിതി അതായിരിക്കും. 15-20 വർഷം മുമ്പ് നിങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ അതിൻ്റെ ഇരട്ടിയിലേക്ക് നിങ്ങളിപ്പോൾ എത്തിച്ചാൽ ഇപ്പോൾ 388 പേരാണ് ഈ പഞ്ചായത്തിൽ പാലിയേറ്റീവ് പരിചരണം ആവശ്യമായിട്ടുള്ള രോഗികളായിട്ട് ആരോഗ്യവകുപ്പ് നിശ്ചയിച്ച് പഞ്ചായത്ത് അതിൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരായി ഉള്ളത്. ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം വേദിയിൽ സദസ്സിലിരിക്കുന്നവരുടെ അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം.
നൽകുവാൻ